ശ്രീ വിശ്വനാഥ്, വളരെ പ്രതീക്ഷയോടെ രാജ്യം ഉറ്റുനോക്കുന്ന ഒന്നാണ് ഈ സ്പോർട്സ് തർക്കപരിഹാര കോടതിയിൽ ഇപ്പോൾ അപ്പീൽ നൽകിയിട്ടുണ്ട്, ഹർജി നൽകിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും തരത്തിൽ ഒരു പോസിറ്റീവായ മറുപടി പ്രതികരണം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? സാധ്യത വളരെ കുറവാണ്. തീരുമാനം ഇന്നലെ തന്നെ ഉണ്ടാവേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒളിമ്പിക്സിലെ ആ വേദിയിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു സംഗതി ഒരു തീരുമാനം ഇല്ലാതായ സ്ഥിതിക്ക് അതിനൊരു സാധ്യതയില്ല. അത് നല്ലവണ്ണം അറിയാവുന്ന ഒരാൾ തന്നെയാണ് വിനേഷ് ഫോഗട്ട്. അതുകൊണ്ടുകൂടിയാണ് അവരുടെ ഈ തീരുമാനം വന്നത് എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, അവരുടെ അവസാനത്തെ ഒരു അവസരം എന്ന രീതിയിലാണ് അവർ ഈ ഒളിമ്പിക്സിന് വന്നത്. മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ്. പിന്നെ ഗുസ്തി പോലെ ശരീരത്തെ വല്ലാതെ പീഡിപ്പിക്കേണ്ടി വരുന്ന ഒരു സ്പോർട്സിൽ ഇത്രയും കാലം നിലനിന്നിട്ട് അവസാനത്തെ ഒരു അവസരം എന്ന രീതിയിൽ മറ്റെല്ലാം വിനേഷ് ഫോഗട്ട് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ മെഡല്, ഏഷ്യൻ ഗെയിംസിലെ മെഡല്, കോമൺവെൽത്ത് ഗെയിംസിലെ മെഡല്, അങ്ങനെ എല്ലാം നേടിക്കഴിഞ്ഞാണ്. പക്ഷെ ഇത് മാത്രമായിരുന്നു. അപ്പൊ ഇത് കിട്ടാനുള്ള മൂന്നാമത്തെ അവസരമായിരുന്നു. ആദ്യം തന്നെ റിയോ ഒളിമ്പിക്സിൽ അവർക്ക് പരിക്കേറ്റ് പിൻവാങ്ങേണ്ടി വന്നു. ടോക്കിയോയിൽ അപ്രതീക്ഷിതമായി രണ്ടാം റൗണ്ടിൽ തോറ്റുപോയി. ഇത് ശരിക്കും ഫൈനൽ വരെ എത്തി. പക്ഷെ വന്നപ്പോൾ ഉള്ള ഈ തിരിച്ചടി അത് അവരെ പൂർണ്ണമായും തളർത്തി കളഞ്ഞിരിക്കണം. ഇനി മുന്നോട്ടേക്ക് വഴിയില്ല, അല്ലെങ്കിൽ ഇനി അത് സാധ്യമല്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് അവരുടെ ഈ വിടവാങ്ങൽ. പക്ഷെ ഒരു വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയിലായി പോയി. അവർക്ക് എല്ലാ രീതിയിലും മെഡൽ അർഹിച്ചിരുന്നു. അത് കയ്യെത്തും ദൂരത്ത് എത്തിയതാണ്. അവിടെ നിന്ന് അത് എന്തുകൊണ്ടോ ചില കാരണങ്ങളാൽ വഴുതി മാറിയിരിക്കുന്നു. ആ സമയത്ത് തികച്ചും ഉചിതമായൊരു തീരുമാനമാണ്. അല്ലെങ്കിൽ ഇനി മറിച്ചൊരു വിധി ഉണ്ടാവാനില്ല എന്ന് അവർക്ക് പൂർണ്ണമായും കൂടിയാണ് ഈ തീരുമാനം. കെ വിശ്വനാഥ്, നമ്മൾ എന്തൊക്കെയോ കാരണം കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ കാരണം അവർക്ക് ഒഴിവാക്കാനാവുന്നതായിരുന്നു. അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ഗുസ്തി പോലെ ഒരു മത്സര രംഗത്ത് മാനസിക സമ്മർദ്ദം, ശരീരത്തിലെ ജലാംശ, ആഹാരം തുടങ്ങിയെല്ലാം, മുടി പോലും മുറിച്ചു എന്നാണ് പറയുന്നത്. ആ തരത്തിൽ അത്രയും ശ്രദ്ധിച്ചിട്ടും അത് ഒഴിവാക്കാമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു നിർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് അവർ വന്നുപെട്ടത് എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യചിഹ്നം. അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. കാരണം 53 കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു അവർ ശരിക്കും മത്സരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് മത്സരിക്കാൻ പറ്റാത്തതിനും കാരണം അവരല്ല. അതിന് ഒരുപാട് കാരണങ്ങൾ വേറെ ഉണ്ട്. അതിലേക്ക് വേറൊരു പെൺകുട്ടി യോഗ്യത നേടിക്കഴിഞ്ഞിരുന്നു. പക്ഷെ വിനീഷ് അവരുമായി ട്രയൽസ് കളിച്ചിട്ട് അവരെ തോൽപ്പിച്ചിട്ട് വേണ്ടിയിരുന്നു യോഗ്യത നേടാൻ. പക്ഷെ അതിനവർ മുതിരാത്തതിന് ചില കാരണങ്ങളുണ്ട്. കാരണം രാജ്യത്ത് നിന്ന് ഒരാൾക്ക് മാത്രമേ 53 കിലോഗ്രാം വിഭാഗത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. ആ ട്രയൽസ് ശരിയായ രീതിയിൽ നടത്തപ്പെടില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ റെസ്ലിംഗ് അസോസിയേഷന്റെ തീരുമാനം, അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അവർ 50 കിലോഗ്രാം വിഭാഗത്തിലേക്ക് മാറി മത്സരിക്കാൻ തയ്യാറായത്. അപ്പൊ 50 കിലോഗ്രാം മത്സരിക്കുമ്പോൾ അവരുടെ ശരീരഭാരം നിയന്ത്രിച്ച് നിർത്താൻ വളരെയധികം ബുദ്ധിമുട്ടി. നല്ല രീതിയിൽ അത് ചെയ്തു. അവസാന ഘട്ടത്തിൽ മാത്രം അതിൽ പാളിപ്പോവാണ്. പക്ഷെ അത് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ ഇന്ത്യൻ റെസ്ലിംഗ് അസോസിയേഷനോ ഒളിമ്പിക് ടീം അധികൃതരെന്നോ കിട്ടിയിട്ടില്ല എന്നൊരു ബോധം അവരെ വേദനിപ്പിക്കുന്നുണ്ടാവും. അതുകൂടി ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിലുണ്ടാവും. ശരി, കെ വിശ്വനാഥ്.